അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ചെമ്മീൻ തേങ്ങച്ചോറിൻ്റെ റെസിപ്പി ആയാലോ? ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തതായിരുന്നു. നമ്മളൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3-4 ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് അത് നന്നായിട്ട് വഴറ്റുക. ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ കുറേ മുമ്പ് ഇത് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി ഉണ്ടാക്കിയപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ്. പിന്നെ അതിനുശേഷം വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പിന്നെ പച്ചമുളക് ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കുക. പിന്നെ തക്കാളി 2 തക്കാളി, മീഡിയം സൈസ് 2 തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, ഒരു പിഞ്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി അതുപോലെ നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് എരിവ് മതി എന്നുള്ള ആൾ മുളക് പൊടിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അത് നമ്മൾ വേവിച്ച ഒരു 2 വിസിൽ വരെ വെക്കുക. പിന്നെ ഞാനിവിടെ ഒരു പ്രോൺ എടുത്തിട്ടുണ്ട്. ഒരു 400 ഗ്രാം ഉണ്ട് പ്രോണ്. പിന്നെ അത് ഞാൻ ചെറിയ പീസാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കതങ്ങനെ അങ്ങനെ ഫുള്ളായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കുറച്ച് വലിയ ചെമ്മീനാണ് അങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഇട്ടത്. ഇതിപ്പോൾ ഒരു 2 വിസിൽ മതി. നമ്മൾ കുക്കർ ചെമ്മീനിലേക്ക് ഉപ്പും മഞ്ഞളും മുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചെമ്മീനിലേക്ക് ഇങ്ങനെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു തുള്ളി നമ്മൾ ഒറ്റിച്ച് കൊടുത്താൽ മതി. അതിൽ തന്നെ വെള്ളം വരും നല്ലോണം. ഒരു പിഞ്ച് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കിയിട്ട് നമ്മൾ മൂടി വെച്ചിട്ടത് ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പ്രോണ് ഏകദേശം ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. അന്നേരം നമ്മൾ ആ മസാലയിലേക്ക് ആ പ്രോണും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ചെറിയ തീയിൽ നമ്മൾ മൂടി വെച്ച് കൊടുക്കുക. ആ ഒരു പ്രോണിൻ്റെ ഫ്ലേവർ ഇറങ്ങുന്നവരെ നമ്മൾ ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ആ മൂടി വെക്കുന്നതിന് മുമ്പ് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുക. അല്ലെങ്കിൽ നമ്മൾ അതിന് ശേഷം മല്ലിയില ചേർത്താലും മതി. മൂടി വെച്ച് വെന്തതിന് ശേഷം മല്ലിയില ചേർത്താലോ മതി. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാ മസാല പോലെ തന്നെ ഇതിൽ പിന്നെ മുളക്, മല്ലി അങ്ങനെയുള്ള സംഭവങ്ങളും വരുന്നേ ഉള്ളൂ. പിന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയും ഗീയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ പീസ് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കറുവപ്പട്ടയും ക്രാമ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 തേങ്ങൻ്റെ 2ാം പാൽ എടുത്ത് വെക്കുക. ഇത് നമ്മൾ ആ അരി വേവാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്തിട്ട് മൂടി വെക്കാം. നമ്മൾ മസാലയിലേക്ക് കുറച്ച് ലെമൺ പിഴിഞ്ഞ് കൊടുക്കാം. ഒരു 1/2 ലെമൺ മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ മസാല കണ്ട നല്ല യമ്മി ലുക്കിൽ കാണാൻ. നമ്മൾ ഇതിലേക്ക് പിന്നെ ഇത് തിളക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ പൊന്നീര ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് പൊന്നീര എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ചെടുക്കാം. അത് നമ്മൾ ആദ്യം സെക്കൻഡ് പാൽ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ഇത് ചേർത്ത് കൊടുക്കണം കേട്ടോ, നമ്മൾ പെരിഞ്ചീരകപ്പൊടി. പിന്നെ കുറച്ച് ഏകദേശം ഒരു 1/2 വേവ് ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ മൂടി വെച്ച് വേവുന്നവരെ നമ്മൾ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ചോറ് ഏകദേശം ഒരു 90% വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ആ മസാല കൂടി ചേർക്കാം. മസാല ചേർത്തിട്ട് പിന്നെ കുറച്ചുകൂടി കറിവേപ്പിലയും മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് പിന്നെയും കുറച്ചും കൂടി നല്ലോണം വേകുന്നവരെ നമ്മൾ ചെറിയ തീയിൽ മൂടി വെച്ച് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കല്ലുമ്മക്കായ് വെച്ചും ചെയ്യാം. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബിരിയാണീനേക്കാൾ ഇഷ്ടം കല്ലുമ്മക്കായൻ്റെ ചെമ്മീൻ്റെ തേങ്ങച്ചോറ. പൊന്നിയരിയോട് വെക്കുമ്പോൾ നല്ല ചെറിയ ചോറായിട്ട് ഉണ്ടാകാൻ. ഇത് നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ. ഞാൻ കുറേ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ വ്യൂസിനെല്ലാം വേണ്ടിയിട്ട് ഒന്നുകൂടി പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ പുതിയ ഉണ്ടാക്കിയ സമയത്ത് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്യുക. എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.